ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ചെട്ടിനാട് ഫ്രൈ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതിനു മുന്നായി എൻ്റെ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് ഞാൻ ആദ്യം 1.5 കിലോനോളം ചിക്കനാണ് എടുത്തത്. ഏകദേശം ഞാൻ 10-14 പീസാണ് ആക്കിയത്. അത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഇതുപോലൊരു വലിയ ബൗളാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല വേണം. പിന്നെ വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കടലമാവ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് കുറച്ച് തൈരാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് നല്ല പുളിയുള്ളതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് കൂടുതൽ വെള്ളവും പാടില്ല, നന്ന തിക്നെസ് ആകാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ചിക്കൻ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ ആറാൻ വെച്ചതാണ്. നമുക്ക് ഒറ്റപ്പൊടി വെള്ളം ആ ചിക്കൻ പീസിലൊന്നും പാടില്ല. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് 1 മണിക്കൂർ ഇന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിത് ഏകദേശം 1.5 മണിക്കൂർ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു കടായിയാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് നമ്മളിതൊന്നും തിരിച്ചിടാനോ മറിച്ചിടാനോ ഒന്നും പോകരുത്. കാരണം നമ്മൾ ആ മസാല കൂട്ട് വേഗം ഇളകിപ്പോവും. നന്നായിട്ടൊന്ന് നന്നായിട്ട് വെന്ത് വന്നാലേ നമ്മൾ മസാല തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് അടുത്ത ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പാട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടി ചെറിയൊരു മസാല കൂടി ഉണ്ട്. അതുകൂടി ആകുമ്പോൾ ചെട്ടിനാടൻ ഫ്രൈ ആവും. അപ്പോൾ അത് കോക്കനട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല തയ്യാറാക്കാം. മസാല കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു ഉള്ളി മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കനട്ട്. അത് ഞാൻ ഏകദേശം 1 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടി നന്നായിട്ടൊന്ന് ഇതൊന്ന് വറുത്ത് വരണം. കുറച്ച് ഡ്രൈ ആയിട്ട് ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരക പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെട്ടിനാടൻ കോക്കനട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കനൊക്കെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ആ മസാല നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് ചപ്പാത്തിയുടെ, ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.